മനുഷ്യൻ നിങ്ങൾ ഇതെന്തോടുത്തോണ്ടിരിക്കുവാ? കല്യാണത്തിന്റെ ഡേറ്റിന് എടുക്കാറായി. നീ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്? പിന്നെ ഈ ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കണ്ടേ? ലിസ്റ്റ് തയ്യാറാക്കുവാ ഞാൻ. അതൊക്കെ പോട്ടെ, ആരാ വിളിച്ചേ? വിളിച്ചതേ പെണ്ണിന്റെ വീട്ടിൽ നിന്നാ. പെണ്ണിന്റെ അമ്മയാ വിളിച്ചത്. നല്ല വാതിലിന് വരുമ്പോഴേ എന്തോ കൊണ്ടുവരണമെന്ന് ചോദിക്കാനായിട്ട് വിളിച്ചതാ. ഞാൻ പറഞ്ഞു ഒന്നും പ്രത്യേകിച്ചൊന്നും വേണ്ടാന്ന്. അതെന്തായാലും കാര്യമായി. നീ ഒന്നും വേണ്ടാന്ന് പറഞ്ഞല്ല. അങ്ങനെ വരാൻ വഴിയില്ല. എന്ന് വെച്ചാൽ ഇവിടെ TV ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, മുട്ടനൊരു അലമാരിയുണ്ട്, AC ഉണ്ട്. ഈ വന്ന കാലത്ത് എല്ലാ വീടുകളിലും ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഒരേ ഒരു നിർബന്ധം, എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കുന്നത് മോശമല്ലയോ. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിക്കുന്നില്ല. അയ്യോ പാവങ്ങള്. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ, ഒരു 10 ലിറ്റർ വെളിച്ചെണ്ണയും 1,500 തേങ്ങ ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. നമുക്കിവിടെ ഇല്ലാത്തത് അതാണല്ലോ. അപ്പൊ നീ അതങ്ങ് മുതലാക്കി. പിന്നല്ലാതെ. അല്ല, 10 ലിറ്റർ വെളിച്ചെണ്ണ എന്തോ ചെയ്യാനാ? കുടിക്കാനോ? അല്ല, നനയ്ക്കാന്. ഈ വെളിച്ചെണ്ണയ്ക്ക് വില കൂടി നിൽക്കുമ്പോഴാ. ശരി, നിങ്ങൾ വേഗം റെഡിയാവും. എന്തെല്ലാം കാര്യങ്ങളുള്ളതാ. ഞാൻ നോക്കിക്കോളാം. മോളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. മുട്ടുവേദനയും നടുവേദനയും ഒക്കെ ഇപ്പോൾ ഒരുപാട് ആശ്വാസമുണ്ട്. ഗുളികയൊക്കെ മുടങ്ങാതെ കഴിക്കുന്നുണ്ട് മോളെ. എന്നാൽ ശരി കേട്ടോ, പിന്നെ വിളിക്കാം. അമ്മേ, എന്നാ ഗുളിക കഴിക്കും. കണ്ടോ, എൻ്റെ മൂത്ത മരുമോള് എന്നെ വിളിച്ച് ചോദിക്കുന്നു, ഞാൻ ആഹാരം കഴിച്ചോ, കുളിച്ചോ, മുട്ടുവേദനയും നടുവേദനയൊക്കെ എങ്ങനെ ഇരിക്കുന്നു? നീ വല്ലതും ചോദിക്കാറുണ്ടോ എന്നോട്? അപ്പൊ ഞാൻ തിരക്കാത്താന്നോ അമ്മയുടെ പ്രശ്നം? ഇനി ഞാൻ തിരക്കിക്കോളാവേ. ചേടാ, നിങ്ങളൊന്നും ഇന്ന് ഉണ്ടാക്കിയതുമില്ല, ഗുളികയും തന്നില്ലല്ലോ. എവിടുന്നായി വിളിക്കുന്നത്? ഹലോ. ഹലോ. നീ ഇത് എവിടുന്ന് വിളിക്കുക? അമ്മേ, അമ്മയ്ക്ക് സുഖമാണോ അമ്മേ? അമ്മ രാവിലെ വല്ലതും കഴിച്ചോ? ഗുളിക കഴിച്ചായിരുന്നോ? മുട്ടുവേദന നടുവേദനയൊക്കെ എങ്ങനെയുണ്ട്? നീ അതിനിവിടെ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ. അമ്മയല്ലേ പറഞ്ഞേ അമ്മയോടൊന്നും വിളിച്ച് ഞാൻ ചോദിക്കുന്നില്ലെന്ന്. ഇനി എന്ന് ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം വിളിച്ച് ചോദിക്കാം കേട്ടോ. ഇനി ശരി, എന്നാ ഉച്ചയ്ക്ക് വിളിക്കാവേ. പറയണ്ടായിരുന്നല്ലോ. വല്ലതും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിന് കണക്കില്ല. മൂത്ത വരുമ്പോൾ അവിടെ നിന്നെല്ലാം വിളിച്ചു ചോദിക്കുന്നതിന് മാത്രമേ ഉള്ളൂ കണക്ക്. ഇനി ഞാനും വിളിച്ചു ചോദിക്കാം. ഉള്ള കഞ്ഞി പാറ്റയിട്ടല്ലോ. ചേട്ടാ, എന്താടാ? എന്റെ അലമാരി ഇരുന്ന മേക്കപ്പ് സെറ്റ് കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ലല്ലോ. പിന്നെ നമ്മളിനി ഒന്നാണ്. എന്റെ അലമാരി എന്നല്ല, നമ്മുടെ അലമാരി. നീ ഏത് സാധനം എന്റെ നിന്റെ ഒന്നുമില്ല, എല്ലാം നമ്മുടെ. മനസ്സിലായോ? അമ്മോ, എന്റെ പേഴ്സിനകത്ത് പൈസ കണ്ടായിരുന്നോ? എന്റെ പേഴ്സോ? നമ്മുടെ പേഴ്സ്, നമ്മുടെ പേഴ്സ്, നമ്മുടെ പൈസ. അങ്ങനല്ലേ ചേട്ടൻ പറഞ്ഞത്? അതെ, ഞാൻ ആമസോണിൽ ഒരു നല്ല അടിപൊളി സാരി ഓർഡർ ചെയ്തായിരുന്നു. അത് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതിന് കൊടുക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് എടുത്ത്. മഴ, ഈ മരുന്നിന്റെ എക്സ്പയറി ഡേറ്റ് ഒന്ന് പറഞ്ഞു തന്നെ. ഞാൻ എൻ്റെ കണ്ണാടി റൂമിൽ വെച്ചേക്കുക. നീ ഒന്ന് പെട്ടെന്ന് നോക്കി പറഞ്ഞേ. വയസ്സായതിൻ്റെ ലക്ഷണമാ. കണ്ണും കാണത്തില്ല, മുടിയും നരച്ച്. പിന്നെ നിനക്ക് പിന്നെ പ്രായമൊന്നും ആയില്ലല്ലോ. അയ്യോ, എനിക്ക് അതിനത്ര പ്രായമൊന്നും ആയില്ല. നമ്മൾ തമ്മിലേ 10 വയസ്സിനുള്ള വ്യത്യാസമുണ്ട്. ഞാനിപ്പോഴും ചെറുപ്പമാ. നിങ്ങളെ ഉള്ളൂ തലമുടിയും നരച്ച് കണ്ണും കാണാതെ നടക്കുന്നത്. ഇങ്ങോട്ട് കൊണ്ടുവാ, ഞാൻ വായിച്ചു തരാം. എന്തോ കാണിക്കുന്നത്? മന്ദബുദ്ധി, ഇത് നിന്റെ മൊബൈലല്ല, സൂം ചെയ്ത് നോക്കാന്. നീയും എന്നെ പോലെ വല്ല കണ്ണാടി വാങ്ങിച്ചു വെച്ചു. അവളെ ഒരു ചെറുപ്പക്കാരി വന്നേക്കുന്നു.